ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളമുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ 1/2 കപ്പ് തന്നെ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഈ ശർക്കരയൊന്ന് ഉരുകി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ, ശർക്കരയൊക്കെ നല്ല രീതിയിലൊന്ന് ഉരുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാനൊരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഞാൻ 1 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉരുക്കി അരിച്ച് റെഡിയാക്കി വെച്ചിരുന്ന ശർക്കര പാനിയില്ലേ, അത് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം വേഗം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഈ ഒരു ഗോതമ്പ് പൊടി ഒന്ന് വെന്ത് കിട്ടണം. ആ രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആ ഒരു വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല ഒരു ബാറ്ററാക്കി എടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്ത് എത്ര വെള്ളമായെന്ന് ഞാൻ പറയാമേ. കണ്ടോ, ഞാൻ ഇതേപോലെ നല്ലൊരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 1.25 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് ഇതേപോലെ ഒരു ബാറ്ററായി വന്നത്. ഈ ഒരു രീതിയിൽ ഉള്ള ബാറ്റർ ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഗോതമ്പ് പൊടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് ഇതേപോലെ ഒരു ബാറ്ററാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഉള്ള ഏലക്കാപ്പൊടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 പിഞ്ചോളം ഉള്ള ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി എടുത്തത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെ ഒന്ന് അടച്ചു വെക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിതിപ്പം നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് മാത്രം ഞാനിതൊന്ന് അടച്ച് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ കണ്ടോ, ഇതേപോലെ ഒന്ന് ബാറ്റർ നല്ല രീതിയിൽ നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അടുപ്പിൽ ഒരു പാൻ വെച്ചു. പാനിൽ എണ്ണയൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ എണ്ണ ചൂടായി കിടക്കുന്നതിലേക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാറ്റർ ഇതേപോലെ ഒരു തവി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ട നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഇത് മേൽഭാഗം ഒന്ന് കുമളിച്ച് ഇതേപോലെ ഒന്ന് വീർത്ത് വരുവേ. വീർത്ത് വന്നു കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തവി വെച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് രാഗം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ എണ്ണ നല്ല ചൂടായിരിക്കണം. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മളുടെ ഈ ഒരു സ്നാക്ക് ഇതേപോലെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നിങ്ങ് കോരി മാറ്റാം. അപ്പോൾ കോരി മാറ്റുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. നല്ല ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അപ്പമാണ് ഇത്. നെയ്യപ്പത്തിന്റെ ടേസ്റ്റോ ഒന്നുമല്ല. നെയ്യപ്പം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹാർഡായിട്ടിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.